ഫ്രണ്ട്സ്, നമ്മൾ പറയാൻ പോകുന്നത് നാടൻ ഗപ്പികൾ, അതായത് വൈൽഡ് ഗപ്പികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വൈൽഡ് ഗപ്പികൾ കിട്ടി, ഇതൊരു ഫാമിൽ പോയിട്ട് കിട്ടിയതാണ്. ആ ഫാമിൻ്റെ വീഡിയോ ഈ ശനിയാഴ്ച വരും. അപ്പോൾ അവിടെ വലിയ ടാങ്കുകളിലൊക്കെ കിടക്കുന്ന ഒരു ഫിഷാണ് ഇത്. സാധാരണയായിട്ട് ഫീഡിങ് ഗപ്പികളാണെന്നാണ് പേര്. അപ്പോൾ ചില ഗപ്പികൾക്ക് ഇതിന് കളറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ അവിടെ നിന്ന് ഒരു 4 പീസാണ് എനിക്ക് കിട്ടിയത്. അവിടെ നിന്ന് മത്സ്യങ്ങൾ എടുത്തപ്പോൾ ഒരു ടാങ്കിൽ ഒരു നെറ്റിൽ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ കൗതുകം കൊണ്ട് ഞാൻ വളർത്തി എൻ്റെ കയ്യിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗപ്പിനെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഗപ്പി എന്ന് പറയുന്നത് കളറും കാര്യങ്ങളൊന്നൊക്കെ ഇതൊരു മെയിലാണ് കണ്ടിട്ട് തോന്നുന്നത്. അതിൻ്റെ വാല് അടിഭാഗത്ത് ആ ഒരു സുക്കാണീൻ്റെ സ്ഥലത്ത് കണ്ടില്ലേ, അഗ്രം ശരിക്കും ഒരു മെയിലാണ്. അപ്പോൾ ഇത് കാണുന്നത് ഫീമെയിലാണ് തോന്നുന്നു. അതിൻ്റെ ഇത് കണ്ടില്ലേ, ആ വാലിൻ്റെ ഭാഗം ഒരു ഇതില്ല, ഒരു ഷാർപ്പില്ല. അപ്പോൾ മെയിലാണ് കൂടുതൽ. ഇതാണ് മെയിലിന് കളർ ചെറിയൊരു കളർ മാത്രമേ ഇതിന് കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയത് 3 മെയിലാണ് കിട്ടിയത് കേട്ടോ. 3 മെയിലിൻ്റെയും അടിഭാഗത്ത് ആ ഒരു നീളത്തിലുള്ള ആൻറ്റിന ഉണ്ട്. പക്ഷേ ഒരു ഫീമെയിൽ, ഇതാണ് ഒരു ഫീമെയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിക്കുന്നത് ആ വയറിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഫീമെയിൽ കുറച്ച് ചെറിയൊരു സൈസാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടി വലിയ സൈസിലേക്ക് എത്തുന്ന ഗപ്പികളാണത്. അപ്പോൾ വൈൽഡ് ഗപ്പികളായിട്ടാണ് നമ്മൾ ഇതിനെ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ചെറിയ കളർ മാത്രമേ ചില ആണുങ്ങൾക്ക് വരാറുള്ളൂ. ചില ആണുങ്ങൾക്ക് ശരിക്കും ഒരു ഫീമെയിലാണ്. അതിപ്പോൾ എല്ലാം ഒരേമാതിരി നമ്മളെ പരൽ മത്സ്യങ്ങളെ മാതിരിയാണ് നമുക്കിത് തോന്നുന്നത്. പക്ഷേ അതല്ല, നമ്മുടെ വൈൽഡ് ഗപ്പികളാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളെ കയ്യിലിത് എത്തിയത് നമുക്കിതിൻ്റെ ഒന്ന് ഈ ബ്രീഡിങ് നോക്കണം. സാധാരണ നമ്മൾ ഈ അരോണ ഫിഷ്, ചെറിയ അരോണ ഫിഷിനൊക്കെയാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. ഇത് കുറച്ചുകൂടി വലിയ സൈസായി കിട്ടും. വളരെ പെട്ടെന്ന് പെറ്റ് പെരുകുന്നതായിട്ടാണത്. പക്ഷേ കളർ മാത്രം നമുക്ക് നോക്കണ്ട കേട്ടോ. വലിയ കളറും കാര്യങ്ങളും നമുക്ക് ഇതിന് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ മോൾവിയും കൂടി നോക്കിയാൽ നമുക്ക് ഏകദേശം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഇത് എപ്പോഴും നല്ല ആക്റ്റീവായിരിക്കും. നമ്മൾ സാധാ ഗപ്പികളെ പോലെ തന്നെ നല്ല ആക്റ്റീവുള്ള മത്സ്യങ്ങളാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മോൾവിയും കൂടി നമുക്ക് നോക്കി നോക്കാം. മോൾവിയാണ്. മോൾവി നോക്കിയാൽ വളരെ സ്കെൽട്ടനായിട്ട് മെലിഞ്ഞ് നമ്മൾ ശരിക്കും ഒരു പരൽ മത്സ്യങ്ങളാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ഇത് സൈഡിൽ നോക്കിയാൽ തന്നെ നമുക്കിത് ഗപ്പിയാണെന്ന് മനസ്സിലുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാധാ ഒരു നമ്മൾ കുളത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പരൽമീൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഫീമെയിലാണ് ഈ ചെറിയൊരു സൈസായിട്ട് കാണുന്നത് ഫീമെയിൽ. ബാക്കിയുള്ള 3 മെയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫീമെയിലാണ് ഇനി പ്രതീക്ഷ. ഈ ഫീമെയിൽ ബ്രീഡ് ആകുമെന്ന് നമുക്ക് നോക്കണം. ഞാനിപ്പോൾ സാധാരണ ചെറിയൊരു ബേസിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ വരെ വളർത്തുന്നത്. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കിന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയാൽ വലിയൊരു കാര്യമായി. പിന്നെ നമുക്ക് ഇതിനെ നല്ല ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ മറ്റുള്ള ഗപ്പിയുടെ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. ആദ്യം ഞാൻ ഇവിടെയുള്ള സാധാ നമ്മൾ നോർമൽ ഗപ്പികൾ, ജർമ്മൻ റെഡ് ഗപ്പികൾ, ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കി നോക്കുക. ഈ മെയിലിന് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച മെയിൽ പറഞ്ഞത് ഇത് വളരെ ശരിക്കൊരു പരൽമീൻ്റെ ആ ഒരു കളറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗപ്പികളാണ്. ഫീമെയിൽ നോക്കിയാൽ ഫീമെയിൽ നല്ല വയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മറ്റേതിന് അത്ര വയറും കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയൊരു വയറ് മാത്രമേ ഇതിനുള്ളൂ. ഈ കുഞ്ഞുങ്ങളും വളരെ കുറവായിരിക്കും ആ ഒരു തോന്നുന്നു. നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. നമുക്ക് കറക്റ്റായി ആധികാരികമായി നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടുന്നത് നമുക്ക് അത് പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എത്ര കിട്ടുമോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞ ശേഷം വേണം നമുക്കതൊന്ന് ക്രോസ് ബ്രീഡ് ചെയ്യാൻ. ഇതിലുള്ള ഏതെങ്കിലും ഒരു ഫീമെയിലോ മെയിലോ വെച്ച് ഒന്ന് ബ്രീഡാവാത്ത ഫീമെയിലോ മെയിലും വെച്ചിട്ട് അതിലുള്ളൊരു മെയിലിന് ഫീമെയിലിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിക്കണം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഏതെങ്കിലും ഒരു ഫീമെയിലിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വളർത്തണം. ഇതുവരെ മെയിലോ ഫീമെയിലോ തൊടാത്ത വെർജിനായിട്ടുള്ള ഒരു ഫീമെയിൽ നമുക്ക് കിട്ടണം. എന്നാലേ നമുക്ക് ആ നാടൻ ഗപ്പിയുടെ ആ ഒരു മെയിലിനെ കൊണ്ട് ഈ ഒരു ഫീമെയിലിനെ നമുക്ക് മേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് കുറച്ച് റിസ്ക്കുള്ള പണിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജനിച്ചിട്ട് ഒരു 2 ആഴ്ച പ്രായമായി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചെയ്യും. ജനിച്ചിട്ട് 2 ആഴ്ച പ്രായമായി കഴിഞ്ഞാൽ നമ്മളതിനെ മാറ്റി ചെയ്യുന്ന വേണം. അത് നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. എന്നാലേ നമുക്ക് ക്രോസ് ബ്രീഡ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു മെയിൽ ചിലപ്പോൾ ആ ഫീമെയിലിനെ മേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഏതാണോ ആ ഒരു ഫീമെയിലിനെ ആദ്യമായിട്ട് ഒരു മെയിൽ മേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നീടുള്ള ഒരു 99% ആ ഒരു മെയിലിൻ്റെ ഗുണമേ കാണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മെയിലും തൊടാതെ ഒരു മേറ്റിംഗ് പ്രോസസ്സ് നടക്കാത്ത ആ ഒരു ഫീമെയിലിനെ വേണം നമുക്ക് കിട്ടാൻ. അതായത് നമുക്ക് ആ ഒരു നാടൻ ഗപ്പിനെ കൊണ്ട് ആ വൈൽഡ് ആ ഒരു ഗപ്പിനെ കൊണ്ട് നമുക്ക് നമ്മുടെ സാധാരണ ഹൈബ്രിഡ് ഗപ്പികളെ കൊണ്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നീട് വരുന്ന കുഞ്ഞുങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഒരു ഇതല്ലേ ഒരു ഭാഗ്യം എങ്ങനത്തെ കളർ കിട്ടുമോ നമുക്കൊന്നും ഒരിപ്പം പറയാൻ പറ്റില്ല.
അപ്പോൾ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്നാലും നമുക്കൊന്ന് പരീക്ഷണം നമുക്ക് നടത്തി നോക്കാം. വൈൽഡ് ഗപ്പികളെ കൊണ്ട് നമ്മൾ സാധാ ഹൈബ്രിഡ് ഗപ്പിനെ ബ്രീഡ് ചെയ്യിച്ചാൽ എന്തായിരിക്കും കളർ വരിക, എങ്ങനെയായിരിക്കും ക്വാളിറ്റി ഉണ്ടാവുമോ, നല്ല സൈസായി കിട്ടുമോ, അതോ മെലിഞ്ഞിട്ട് തന്നെയാണോ പോവുക, നല്ല ഒന്നൊക്കെ നമുക്ക് നോക്കി നോക്കണം. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ജാവ റെഡിൻ്റെ ഒരു ഫീമെയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ജാവ റെഡ് അല്ല, ജർമ്മൻ റെഡിൻ്റെ ഈ ഒരു ഫീമെയിലിനെ നമുക്ക് നോക്കണം. അപ്പോൾ ജർമ്മൻ റെഡിൻ്റെ ഫീമെയിൽ വളരെ ചെറിയൊരു ഫീമെയിലുണ്ട്. ആ ഫീമെയിലിനെ നമുക്ക് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വളർത്തണം, അല്ല മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ നടക്കുള്ളൂ. അതിൽ കാണുന്ന ആ ഒരു കുറേ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ നമ്മൾ വേണം, ഇതൊന്നിച്ച് കിടക്കുന്നതാണ്, മെയിലും ഫീമെയിലൊക്കെ ഒരുമിച്ച് ഒരേ ടാങ്കിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഇതിലുള്ള ആ ഒരു ചെറിയ കുഞ്ഞുങ്ങളെ വേണം നമ്മൾ കളക്ട് ചെയ്തെടുക്കാൻ. പ്രസവിച്ച കുഞ്ഞുങ്ങളൊക്കെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പ്രസവിച്ച കുറേ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ നമ്മൾ കളക്ട് ചെയ്തിട്ട് വേറെ ടാങ്കിലേക്ക് മാറ്റണം. എന്നിട്ട് ഏകദേശം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ മെയിലിൻ്റെ കളറ് ടെയിലുമ്പോൾ കാണാൻ തുടങ്ങും. അതിനെടുത്ത് മാറ്റി ഒക്കെ മെയിലിനെ ആദ്യം എടുത്ത് മാറ്റി ഫീമെയിലിനെ മാത്രം ബാക്കിയാക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളെ പുതിയ ചില്ലി മൊസൈക്ക് പുതിയൊരു ഐറ്റം ഗപ്പിയുടെ ഉണ്ട്, കാണിച്ചു തരാം. ഗപ്പികൾ എന്ന് പറയുന്നത് നമുക്ക് വൈൽഡിൻ്റെ ഒരു സ്വഭാവം തന്നെ ഇവർക്കുണ്ട്. കാരണം വല്ലാതെ ഇണങ്ങൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഫുഡ് തത്തലൊന്നും വളരെ കുറേ ടൈം പിടിച്ചിട്ടാണ് ഫുഡൊക്കെ കഴിക്കാൻ വരുന്നത്. ഇനി ടാങ്ക് മാറുന്നതല്ല, എന്നാലും ഒരുവിധം മറ്റുള്ള ഗപ്പികളൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ നമ്മളോട് വളരെ പെട്ടെന്ന് ഇണങ്ങി വരാറുണ്ട്. ഫുഡൊക്കെ കൊടുത്ത് നമ്മളെ കയ്യിൽ വന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നുമില്ല. ഫുഡൊക്കെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ 10-15 മിനിറ്റിന് ശേഷം വന്നൊന്ന് മുകളിൽ വന്ന് ഫുഡ് എടുക്കുള്ളൂ. അതാണ് ഈ വൈൽഡിൻ്റെ പ്രത്യേക സ്വഭാവം. അപ്പോൾ നമ്മളോടത് വല്ലാതെ ഇണങ്ങുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇത് ആദ്യം അധികം പ്രൊമോട്ട് ചെയ്യാൻ വളർത്താൻ പറ്റാത്തത് കളറില്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കിടക്കുന്നത്. ചെറിയ കുളങ്ങളിലൊക്കെ കാണാം, ചിലപ്പോൾ ചാലിലൊക്കെ കാണാം ചിലപ്പോൾ ഈ ഒരു ഗപ്പികൾ. മിക്കവാറും ഇത് ഈ തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് ഉൽപ്പാദനം നടത്തുന്നത്. കാരണം അവർക്ക് അവിടെ അരോണയുടെ ബ്രീഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാനും പിന്നെ ചെറിയ അരാപൈമ, അലിഗേറ്റർ കാറ് അങ്ങനെയുള്ള മോൺസ്റ്റർ ഫിഷുകൾ, ചെറിയ ഫിഷുകൾക്ക് ഫീഡായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണത്. കാരണം വലിയ ചിലവ് അധികം ആരും മേടിക്കില്ല. ഫീഡിങ്ങിന് മാത്രം പർപ്പസിന് മാത്രമേ ഇത് റീറ്റെയിലൊക്കെ ആയിട്ട് 1000-2000 പീസൊക്കെ ഓരോരുത്തർ കൊണ്ടുപോകാറുണ്ട് മോൺസ്റ്റർ ഫിഷ് വളർത്തുന്നവർക്ക്. അപ്പോൾ ഇത് കൊടുത്താൽ ലൈവ് ഫിഷ് അവർക്ക് കിട്ടുകയാണ്. മറ്റുള്ള ഗപ്പികളെ കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമല്ലേ. ഇതാകുമ്പോൾ ആരും വളർത്തില്ല, ഫീഡിങ് പർപ്പസിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എത്രത്തോളം കുഞ്ഞുങ്ങളെ ഈ ഒരു ഫീമെയിൽ ഇപ്പോൾ ഈ ഒരു സൈസാണ്. അപ്പോൾ ഈ ഫീമെയിലിൽ നിന്ന് എത്രത്തോളം കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫീമെയിൽ വലിയ പ്രായം ആയിട്ടില്ലെന്ന് തോന്നുന്നു. മെയിൽ അത്യാവശ്യം വലിയ സൈസ് ആയിട്ടൊക്കെ ഉണ്ട്. ഫീമെയിൽ അതിനേക്കാളും വളരെ ഈ ഒരു പകുതി വലുപ്പമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾ എത്രത്തോളം കിട്ടുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും 3 മെയിലും ഒരു ഫീമെയിലും എന്ന തോതിലാണ് ഞാനിപ്പോൾ വളർത്തി നോക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യും. വൈൽഡ് ഗപ്പി നമ്മളെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമായി. നമുക്കിങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു കൊടുത്തത്, എവിടെ ഇങ്ങനെ കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ഒരു വൈൽഡ് ഗപ്പിയെ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിത് വളർത്തി നോക്കാം. പിന്നെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കാം. മെയിലിന് വല്ല കളർ വരുമോ നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.